മകയിരം, തിരുവാതിര, പുണർദം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 23 വരെയുള്ള തീയതികൾ കുറിച്ചു വെച്ചോളൂ. ഇത് നിങ്ങളുടെ സൗഭാഗ്യകാലമാണ്. അതായത് മഹാശിവരാത്രി ദിനത്തിൻ്റെ അന്ന് ശനിയും ശുക്രനും ഒന്നിക്കുന്നത് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തെ തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഫെബ്രുവരി മാസം 26-ാം തീയതി മഹാശിവരാത്രി ദിവസം ഉണ്ടാകുന്ന ഈ ഗ്രഹസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന ഭാഗ്യദശ നിങ്ങളെ വരുന്ന മാസം, അതായത് മാർച്ച് മാസം 23-ാം തീയതി വരെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സൗഭാഗ്യങ്ങളിലൂടെ ആയിരിക്കും നയിക്കുന്നത്. വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ഈ മഹാശിവരാത്രി ദിനത്തിൽ ഉണ്ടാകുന്ന ഗ്രഹസംയോഗം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അപ്പോൾ മഹാശിവരാത്രി ദിനത്തിലെ ഈ ശനിയുടെയും ശുക്രൻ്റെയും സംയോഗവും അതോടൊപ്പം തന്നെ സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളെ തുണയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫെബ്രുവരി 26-ാം തീയതി മുതൽ മാർച്ച് മാസം 23-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ നടക്കുവാൻ പോകുന്ന എല്ലാ വസ്തുതകളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ശിവപ്രീതി ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം തന്നെ ഈ ഗ്രഹസംയോഗം നടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ശുഭകാര്യങ്ങളുടെ ആക്കം കൂട്ടുമെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഇതിൽ ആദ്യമായി ഫെബ്രുവരി 26-ാം തീയതി ഉണ്ടാകുന്ന ശനിയുടെയും ശുക്രൻ്റെയും സംയോഗം ഏറ്റവും ഗുണഭാവത്തിൽ വരുന്ന ആളുകൾ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഈ മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകളിൽ കടബാധ്യതകൾ കൊണ്ട് വളരെയധികം വലഞ്ഞ് ഇനി അടുത്ത ദിവസത്തെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുപോലും മനസ്സിൽ ഭയന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. എണ്ണി എണ്ണി പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തിൻ്റെ കണക്കായിരിക്കും ഏറ്റവും കൂടുതലായി വരുന്നത്. സാമ്പത്തിക നില മെച്ചപ്പെടുന്ന തരത്തിൽ ഒരു ജോലിയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണമാണ് ഈ ഗ്രഹസംയോഗം നടക്കുന്നത്. ഫെബ്രുവരി 26-ാം തീയതി മുതൽ മാർച്ച് 23-ാം തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ തരത്തിൽ വന്നു ഭവിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ചില വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഈ ഗ്രഹസംയോഗത്തിന് ശേഷമുള്ള കാലയളവിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരും നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റവുമൊക്കെ തന്നെ. അതുപോലെ തന്നെ ഈ മിഥുനക്കൂറിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഉൾപ്പെടുന്ന നക്ഷത്രക്കാരിൽ പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയിൽ ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. വേറെ ഒന്നും വേണ്ട, ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയാൽ മതി എന്നുവരെ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ വേദജ്യോതിഷമനുസരിച്ചുള്ള ഫലങ്ങൾ വെച്ച് എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ മഹാശിവരാത്രിയിലെ ഗ്രഹസംയോഗം മുതൽ ഉള്ള ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളുടെ മാനസികമായ സന്തോഷവും സമാധാനവും ഉൾപ്പെടെ പലതരത്തിലുള്ള ഉയർച്ചകളും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ചെയ്യേണ്ട പരിശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യത്തിൻ്റെ തുണ
നിങ്ങളോടൊപ്പം തന്നെ ഇരട്ടിയായുള്ള ഒരു സമയമാണ് ഫെബ്രുവരി 26 മുതൽ മാർച്ച് 23 വരെയുള്ള ദിവസങ്ങൾ. ഇനി രണ്ടാമതായി ഫെബ്രുവരി 26 തീയതി നടക്കുന്ന ഗ്രഹസംയോഗം ഏറ്റവും അധികം ഭാഗ്യങ്ങൾ സമ്മാനിക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഫെബ്രുവരി 26 തീയതി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. മാത്രമല്ല 26 തീയതി മുതൽ മാർച്ച് 23 തീയതി വരെയുള്ള കാലയളവിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അധികം ഉയർച്ചയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മഹാദേവന്റെ അനുഗ്രഹവും ഈ ഗ്രഹങ്ങളുടെ ഭാഗ്യ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ ഉത്രാടം, അവിട്ടം, തിരുവോണം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹമുണ്ടാവുകയും ഏറ്റവും നല്ല രീതിയിൽ മികവ് പുലർത്തുവാൻ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുമാണ് ഈ ഗ്രഹസംയോഗം നിൽക്കുന്നത്. സമൂഹത്തിൽ തന്നെ ആദരവ് ലഭിക്കുന്ന തരത്തിൽ ചില നേട്ടങ്ങളൊക്കെ വിദ്യാർത്ഥികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ കാലയളവിൽ തീർച്ചയായും കൈവരിക്കുന്നതായിരിക്കും. ഇതിൽ തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് എത്തുവാൻ പോകുന്നതിൻ്റെ തുടക്കമെന്ന രീതിയിൽ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ നടക്കുവാനിടയുണ്ട്. അതോടൊപ്പം തന്നെ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ ഈ സമയത്ത് വരുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കാര്യങ്ങളുമായി പോകേണ്ടി വരുന്നതാവാം. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയ ജോലിക്ക് പ്രവേശിക്കുവാനായി നിങ്ങൾ പോകുന്നതുമാവാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിദേശയാത്ര, ഒരു പര്യടനം പോലെ ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതുമാകാം. എന്തുകൊണ്ടും നിങ്ങൾ സാമ്പത്തികമായി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും മാനസിക വിഷമതകൾക്കും ഒക്കെ ഉള്ള പരിഹാരമാണ് ഈ ദിവസങ്ങളിൽ വരുവാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി മൂന്നാമതായി ഫെബ്രുവരി 26 തീയതി ഉണ്ടാകുന്ന ശനിയുടെയും ശുക്രൻ്റെയും സംയോഗം കൊണ്ട് വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 23 വരെയുള്ള കാലയളവിനുള്ളിൽ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. പ്രത്യേകിച്ചും പറയുവാനുള്ളത് കുംഭം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളെ പറ്റിയാണ്. ഏതെങ്കിലും രീതിയിൽ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ഒന്ന് കാണണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ നാളുകളാണിത്. ഈ ഗ്രഹസംയോഗത്തിലൂടെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലുള്ള പല ഉയർച്ചകളും കണ്ട് സന്തോഷിക്കുവാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് വരികയാണ്. ഇനി അതുപോലെ തന്നെ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതം ഇനി എങ്ങനെയാണ് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റി വിചാരിച്ച് ഇനി ജീവിക്കേണ്ട എന്നുവരെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. കാരണം സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹവും ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന ഭാഗ്യവും നിങ്ങളെ തുണച്ചിരിക്കുകയാണ്.
അതുപോലെ ഇപ്പോൾ ജോലി ഉണ്ടെങ്കിലും ആ ജോലിയിൽ തൃപ്തികരമായ ഒരു സാഹചര്യമില്ലാതെ വിഷമിക്കുന്ന കുംഭം രാശിക്കാരുണ്ട്. കാരണം നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലുള്ള ആളുകളുടെ പെരുമാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല ശമ്പളം ലഭിക്കാത്ത അവസ്ഥയുമൊക്കെ നിങ്ങളെ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഗ്രഹസംയോഗം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വരുമാനം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന തരത്തിൽ ചില ഉയർച്ചകൾ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോവുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ 3 രാശിക്കാർക്കും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് നിങ്ങളുടെ കൈകളിലേക്ക് ശുക്രൻ്റെയും ശനിയുടെയും അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരി 26-നും മാർച്ച് 23-നും ഇടയിലുള്ള കാലയളവിനുള്ളിൽ വന്നു ചേരും. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഈ 3 രാശിയിൽപ്പെട്ട ആളുകൾക്കും താരതമ്യേന മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയായിരിക്കും ഈ ഗ്രഹസംയോഗം കൊണ്ട് ലഭിക്കുന്നത്. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.